ഇന്ന് 18 ചാനലാണ് മുസ്ലിങ്ങളുടെ വികാരം വ്രണപ്പെടുത്തുന്നു എന്ന തരത്തിൽ ഒരു റിപ്പോർട്ട് എഴുതിക്കൂട്ടി തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചത്. അത് എപ്സ്റ്റീൻ കിസ്വയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. കിസ്വയിൽ ചവിട്ടി നിൽക്കുന്നു എന്ന തരത്തിലും ഇത് കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്നതാണ്. അങ്ങനെ മുസ്ലിങ്ങളോട് വല്ലാത്ത രീതിയിൽ താല്പര്യവും വല്ലാത്തൊരു സ്നേഹവും കാണിച്ചുകൊണ്ടാണ് 18 ചാനൽ എപ്സ്റ്റീനും വിശുദ്ധ കൈബയിലെ കിസ്വയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ പരാമർശിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. അടിസ്ഥാനമായ രീതിയിൽ ഒരു കൃത്യതയോടുകൂടി ഒരു വിവരവും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലില്ല. അന്താരാഷ്ട്ര ചാനലുകളിലോ രേഖപ്രകാരമോ ഇത് തെളിഞ്ഞിട്ടില്ല. ഒരു സംശയ നിവാരണം അല്ലെ ഒരു സംശയം പറയപ്പെട്ടിട്ടുണ്ട്. അതോടുകൂടി മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അതിങ്ങോട്ട് പകർത്തിയെടുത്ത് 18 ചാനൽ വിചാരമായി വല്ലാത്ത രീതിയിൽ തട്ടിവിടുന്ന ഒരു രസകരമായിരിക്കുന്ന റിപ്പോർട്ടാണ് അവരിപ്പോൾ പുറത്തുവിട്ടത്. സ്വർണ്ണ നൂലുകളാൽ വിശുദ്ധ ഖുർആന്റെ സൂക്തങ്ങൾ തുന്നിച്ചേർത്ത് കഅബയിൽ പുതപ്പിക്കുന്ന കിസ്വ. ഇതിൻ്റെ കഷ്ണങ്ങൾ എപ്സ്റ്റീൻ്റെ വസതിയിൽ ഉണ്ട് എന്ന് ന്യൂസ് 18 പറയുന്നു. ഇമെയിലിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയ അടിസ്ഥാനത്തിലാണ് തെളിവാണ് ഇപ്പോൾ പറയുന്നത്, രേഖപ്പെടുത്തിയെന്നാണ് പറയുന്നത്. കിസ്വയുടെ ചിത്രങ്ങൾ ലോകം നടുങ്ങിയിട്ടുണ്ട്. കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ വികാരം വ്രണപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം 18 ചാനൽ കണ്ടുപിടിച്ചതാണ്. ഏത് മുസ്ലിങ്ങളുടെ വികാരമാണ് വ്രണപ്പെട്ടത് എന്നുള്ളത് ഇതുവരെ ഔദ്യോഗികമായി പുറത്തൊന്നും വന്നിട്ടില്ല. ലോകരാഷ്ട്രങ്ങളിലെ ഏതെങ്കിലും മുസ്ലിം ഭരണാധികാരികൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല, പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. ഇതേക്കുറിച്ച് കേരളത്തിൽ ഏതെങ്കിലും മുസ്ലിം ചാനലുകൾ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയം ചർച്ചയായിട്ട് വന്നിട്ടില്ല. അങ്ങനത്തെ യാതൊരു സംഭവമില്ല. കാരണം വെച്ചാൽ ഇതിന് കൃത്യമായിട്ടൊരു തെളിവ് പോലും ഇല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കിസ്വ എന്ന് പറയുന്നത്, വിശുദ്ധ കഅബയെ പുതപ്പിക്കുന്ന കിസ്വ എന്ന് പറയുന്നത് വർഷത്തിൽ മാറ്റുന്നതാണ്. സ്വർണ്ണ നൂലുകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കുന്നതാണ് വിശുദ്ധ ഖുർആന്റെ സൂക്തങ്ങൾ. എന്നിട്ട് അത് കഷ്ണങ്ങളാക്കി ഓരോരോ വർഷവും കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതിഥികൾക്ക് ഹദിയായിട്ട് സൗജന്യമായിട്ട് നൽകുന്നതാണ്. അത് ഭരണാധികാരിയുടെ നേതൃത്വത്തിലുള്ള രാജ്യം സന്ദർശിക്കുന്ന മുസ്ലിം ഭരണാധികാരികൾക്ക് ഹദിയായിട്ട് കൊടുക്കുന്നതാണ് കിസ്വ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ സംഭവം. അതിൽ എല്ലാ ഭരണാധികാരികളും ആവശ്യപ്പെടുന്നത്, എനിക്ക് തോന്നുന്നു കേന്ദ്ര വിദേശകാര്യമന്ത്രിയായിരുന്ന അഹമ്മദിനും അത് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് കൃത്യമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ റിപ്പോർട്ട് വായിച്ചോന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി മാത്രമല്ല, ഈ കിസ്വ എന്ന് പറയുന്നത് നിലത്ത് വെച്ചിട്ട് അതിന് ചവിട്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. ചിത്രം തന്നെ പുറത്ത് വന്നതിൽ അതിൽ ചവിട്ടുന്ന ഭാഗം പോലും കാണുന്നില്ല. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ എഴുതിയത് മനസ്സിലാക്കാൻ വേണ്ടി വലുപ്പമുള്ളതാണെങ്കിൽ നിലത്ത് വെച്ചിട്ട് വായിക്കാറുണ്ട്. ചില ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു രീതി, അതായത് വിൽപ്പന നടത്തുന്ന സമയത്ത് നമ്മൾ ഷിമാഗ് തോപ്പുകളൊക്കെ വിൽപ്പന നടത്തുന്ന കമ്പനിയുടെ മാനേജർമാരൊക്കെ അത് നിലത്ത് വെച്ചിട്ട് പരിശോധിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ആ അറബികൾ തലയിലിടുന്ന ആ സാധനങ്ങളൊക്കെ തോപ്പ് ഷിമായല്ലോ അങ്ങനെ സാധാരണ ചെയ്യാറുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് നിലത്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് കിസ്വയാണ് എന്നതിന് കൃത്യമായിരിക്കുന്ന യാതൊരു തെളിവും നിലവിൽ വന്നിട്ടില്ല. വികാരപരമായ രീതിയിൽ 18 ചാനൽ പറഞ്ഞു എന്നല്ലാതെ. ചാറ്റ് GPT ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു. ചാറ്റ് GPT അതിന് മറുപടി പറഞ്ഞത് നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: എപ്സ്റ്റീൻ്റെ കൈവശം കഅബയുടെ കിസ്വ ഉണ്ട് എന്ന് പറയുന്നു, ഇത് ശരിയാണോ എന്നുള്ളത്. ഇപ്പോഴുള്ള വിശദീകരണം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്: ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട പുതിയ രേഖകളിൽ ഒരു കഅബയുടെ കിസ്വ എന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അത് പൂർത്തിയായി വസ്തുതയുമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ചില കാര്യങ്ങൾ ശങ്കാജനകമാണ്. എന്നിട്ട് അതിൻ്റെ താഴെ ഒരു റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ അത് അവർ കൊടുത്തിട്ടുണ്ട്. എന്താണ് റിപ്പോർട്ടിൽ പറയുന്നത്? അവർ പറയുകയാണ് പിന്നെ അതിന് ശേഷം 2017 അമേരിക്കയിലെ നീതിന്യായ വകുപ്പിൻ്റെ ഫയൽസ് പ്രകാരം എപ്സ്റ്റീൻ്റെ ഫ്ലോറിഡയിലെ വീട് അല്ലെങ്കിൽ US വിർജിൻ ഐലൻഡ്സ് എന്നിവയുടെ അടുത്ത് കഅബയുടെ കിസ്വയുടെ ഭാഗങ്ങൾ കടത്തപ്പെട്ടതായി ചില ഇമെയിൽ രേഖകളും ചിത്രങ്ങളും കാണപ്പെടുന്നു. ഈ കിസ്വ അല്ലെങ്കിൽ കഅബയുടെ ശാലയുടെ കവറിംഗ് സൂഫി ശില്പകലയും സൈദ്ധാന്തികവും കൊണ്ടുള്ള പ്രാർത്ഥനാ വസ്തുവും ആണ്. പ്രസിദ്ധമായ ഈ മസ്ജിദിൽ ഏറ്റവും വിശുദ്ധ സ്വഭാവമുള്ളത്, പിന്നെ ഒരു റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ അതിൽ വരുന്നത്, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. ഇമെയിലുകളിൽ കാണപ്പെടുന്ന വിവരത്തിൽ ഈ ഭാഗങ്ങൾ ഒരു UAE സംബന്ധിച്ച ബിസിനസ്സുകാരൻ്റെ ബന്ധത്തിലൂടെ ഇവന് വേണ്ടി അയച്ചു നൽകിയതായി പറയുന്നു. എന്നിട്ട് ഇൻഡുട്ടിട്ട് തെറ്റായ ഭാഗങ്ങൾ, സംശയങ്ങൾ, സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ചിത്രം,
വൈറലായി പ്രചരിക്കുന്നുണ്ട്. അതിൽ എപ്സ്റ്റീൻ കിസ്വയിൽ നിലത്ത് വെച്ചതാണ് ഉദ്ദേശിക്കുന്നത്, നിലത്ത് വെച്ച് നടക്കുന്നു, ചവിട്ടുന്നു എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ആ ചിത്രം യാഥാർത്ഥ്യമല്ല എന്ന് വിദഗ്ധർ കുറിച്ച് വ്യത്യാസങ്ങൾ, അളവും രൂപകൽപ്പനയും അതിലും കൂടി അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത്. മുൻനിർത്തി വിദഗ്ധ നിരീക്ഷണങ്ങൾ പറയുന്നു. അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗം അതിൽ കൊടുത്തിട്ടുണ്ട്. ഇമെയിൽ രേഖകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കിസ്വയുടെ കഷണങ്ങൾ അയച്ചതായി കാണപ്പെടുന്നുണ്ടെങ്കിലും അത് ശരിയായ കിസ്വയുടെ ഭാഗങ്ങളാണോ എന്നത് വ്യക്തമായി വിശദീകരണമില്ല. എന്താണ് അതിൻ്റെ ഒരു പത്ര റിപ്പോർട്ടിൻ്റെ ഭാഗത്തിൽ പറയുന്നുണ്ട്. എന്താണ് ശരിയായി പറയുന്നത്? 2026 എപ്സ്റ്റീൻ ഫയൽസ് വിവരങ്ങൾ പ്രകാരം കുറച്ച് കിസ്വയുടെ ബന്ധപ്പെട്ട ഡോക്യുമെൻ്റുകൾ പുറത്ത് വന്നിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ആയിരിക്കും. ഇത് തിങ്കളാഴ്ച പ്രചരിക്കുന്ന ഒരു ചിത്രം മാത്രമല്ല, 2017 ഒരു ഷിപ്മെൻറ്റ് ഇമെയിൽ രേഖകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നു. എന്ന് വെച്ചാൽ 2017 അന്ന് തന്നെ പല അഭിപ്രായമായിട്ട് ഇത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ വസ്തുക്കൾ യഥാർത്ഥ കഅബയുടെ കിസ്വ എന്ന് ഉറപ്പിച്ച് പറയുന്ന വലിയ ആധികാരിക സ്ഥിരീകരണം ലഭ്യമല്ല. അതുകൊണ്ട് ഭാഗതലത്തിൽ അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു വസ്തുവായിരിക്കാം എന്നും അന്വേഷണ റിപ്പോർട്ടുകളിൽ പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായിരിക്കുന്ന ഒരു വിശദീകരണം തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ നൽകുന്നുണ്ട്. ഈ ചാറ്റ് GPT വളരെ കൃത്യമായിട്ട് നൽകുക. ഒരുപാട് പത്രത്തിൻ്റെയും റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് അവർ ഈ കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയത്. ആ തയ്യാറാക്കിയതിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന റിപ്പോർട്ട് 5ലധികം അന്താരാഷ്ട്ര പത്രത്തിൻ്റെ ഭാഗങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ലിങ്ക് ചേർത്ത് ആ റിപ്പോർട്ടിനോടൊപ്പം അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ യാതൊരു അടിസ്ഥാനവും യാതൊരു തരത്തിലുള്ള തെളിവും ഈ കാര്യത്തിലില്ല. സംശയിക്കുന്നു, അതുതന്നെ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളോടെ പ്രചരിക്കുന്നതല്ല. ഇത് മറ്റൊന്നാണ്. നിലത്തിട്ടു എന്നതിന് സംശയമുണ്ട്, നിലത്തിട്ടത് ഇതാണോ എന്നുള്ള സംശയം അങ്ങനെ വ്യത്യസ്തമാണ്. പക്ഷേ ഏറ്റവും ചാനൽ നോക്കിയാൽ ഏതൊരു മുസ്ലിം മതവിശ്വാസിക്കും വികാരപ്പെടുന്ന രീതിയിലാണ്. പിന്നെ അതിന് വികാര കാര്യങ്ങൾ ഇല്ലാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം വന്നത് ഏറ്റവും ചാനലാണ്. അപ്പോൾ പിന്നെ കള്ളത്തരാന്ന് ഉറപ്പാണ്. 24 ചാനൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശരീഅത്ത് നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ വല്ലാത്ത രീതിയിൽ സെൻസേഷൻ ന്യൂസായിട്ടൊക്കെ കൊണ്ടുവരും. അവർക്ക് മാത്രമാണിത്. മുമ്പ് CH മുഹമ്മദ് കോയ മരിച്ച സമയത്ത് മാതൃഭൂമി പത്രം ഒരു മയ്യത്ത് നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രം പുറത്തുവിട്ടിരുന്നു. പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത CHൻ്റെ മയ്യത്ത് നിസ്കാരം, കേരളത്തിൻ്റെ ഏറ്റവും സമുന്നതനായിരിക്കുന്ന കുറേ അടിക്കുറിപ്പൊക്കെ നൽകിയിട്ട് നിസ്കാരം സുജൂദ് കിടക്കുന്ന ഫോട്ടോ ആണ്. സുജൂദിലുള്ള ഫോട്ടോ ആണ്. പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ മയ്യത്ത് നമസ്കാരം. ഈ പൊട്ടന്മാർക്കറിയോ മയ്യത്ത് നിസ്കാരത്തിൽ സുജൂദില്ല എന്നുള്ളത്? അവർ അതിൻ്റെ മുൻപ് നടന്ന ഏതെങ്കിലും ഈദ്ഗാഹിലുള്ള ചിത്രമാണ് എടുത്തത്, എന്നിട്ട് ഇവിടേക്ക് പേസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ മറ്റുള്ളവർക്ക് നിസ്കാരത്തെക്കുറിച്ച് അറിയാത്തവർക്ക് ഇതേക്കുറിച്ച് എത്രാനും ആൾക്കാരാണ് സുജൂദ് ചെയ്യുന്നത്, മയ്യത്ത് നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുക എന്ന് അത്ഭുതപ്പെടുന്ന ഒരു രീതി ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, മാതൃഭൂമി പത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുത വാർത്തയാണ്. ഭയങ്കരമായിരിക്കുന്ന ആളുകൾ പങ്കെടുക്കുന്നു, CHൻ്റെ മയ്യത്ത് നിസ്കാരമാണ്, ചിത്രമാണ്, സുജൂദ് ചെയ്യുന്ന ചിത്രങ്ങൾ വരുന്നു, അത്ഭുതം. ഇതേക്കുറിച്ച് അറിയാത്തവരെ സംബന്ധിച്ച് വലിയ സംഭവമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു പൊട്ടത്തരായി ചെയ്തത്. സുജൂദ് ഇല്ലാത്തൊരു നിസ്കാരത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് മയ്യത്ത് നിസ്കാരം എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് കൊടുത്ത് സമാനമാണ്. News 18 ഒക്കെ വലിയ 24 ചാനലിൽ ഇന്നലെ ആശയം വായിച്ച വാർത്ത, അയാൾക്കിത് വലിയൊരു സംഭവമാണ്. ഈ ഫസ്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ട്. ഫസ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇത് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന നിസ്സാരമായിരിക്കുന്ന കാര്യമാണ്. ത്വലാഖ്, അതോടെ തന്നെ ഫസ്ക് രണ്ടും പറയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിവാക്കുക എന്നുള്ളത്. ലോകാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളുടെ വികാരം വ്രണപ്പെടുത്തുന്നു. ആരെ വികാരം വ്രണപ്പെട്ടത്? അതിൻ്റെ കാര്യം എന്താണ്? ഏതെങ്കിലും ഒരു പണ്ഡിതന്മാർ ഈ വിഷയത്തെപ്പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞോ? അഭിപ്രായം പറയില്ല. അതിൻ്റെ കാര്യം എന്താണ്? അത് അഭിപ്രായം പറയുന്ന കേസില്ല അതില്ലേ. ഇതിന് തന്നെ യാതൊരു സ്ഥിരീകരണമോ യാതൊരു മാത്രമല്ല, ഈ കിസ്വയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ പ്രമാണ ഗ്രന്ഥത്തിൽ ഇത് കൃത്യമായ രീതിയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന പ്രമാണമേ അല്ല. കിസ്വയുടെ ഭാഗങ്ങളിൽ അയച്ചിട്ട് അതിൻ്റെ കഷ്ണങ്ങളാക്കി മുറിച്ച് ഭരണാധികാരികൾ ബന്ധപ്പെട്ട് അവിടെ എത്തുന്ന ആളുകൾക്ക്, അതിഥികൾക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ ഇങ്ങനെ പാലിക്കണം എന്നുള്ളത് മതവിശ്വാസത്തിൻ്റെ ആചാരകർമ്മത്തിൽ പെട്ടതേ അല്ല.
അത് ഭരണാധികാരികൾക്ക് താല്പര്യമുള്ള പോലെ അങ്ങനെ ചെയ്യാം, ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു വെക്കാം. ഇനി സ്വർണ്ണ നൂലുകൾ കൊണ്ട് തന്നെ എഴുതണം എന്നുണ്ടോ? അങ്ങനെയില്ല. സ്വർണ്ണ നൂലുകൾ അല്ലാതെ എഴുതിയ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നീടാണ് സ്വർണ്ണനൂല് ഭരണാധികാരികളുടെ സാമ്പത്തിക രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് അനുസരിച്ച് അവർ ചെയ്യുന്നു എന്നല്ലാതെ ഇതിങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും, ഇന്ന രീതിയിലാക്കണം, ഇത്ര കഷ്ണങ്ങളായി ഭാഗിക്കണം, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു പാരമ്പര്യ തുടർച്ചയായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നു എന്ന് മാത്രം. അതൊരു വിശ്വാസ പ്രമാണത്തെ അടിസ്ഥാനമായിട്ട് ബാധിക്കുന്നതല്ല. കിസ്വയുടെ ഭാഗങ്ങൾ മുറിച്ച് കഷ്ണാക്കി ഇന്ന രീതിയിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അത് കൊടുക്കാതിരിക്കുക, സൂക്ഷിക്കാതിരിക്കുക. ചിലതൊക്കെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നു. പിന്നെ ഓരോരോ വർഷവും ഈ നൂല് എന്ന് പറയുന്നത്, സ്വർണത്തിൻ്റെ നൂല് എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാമുകൾ അല്ലെങ്കിൽ തൂക്കങ്ങൾ കൂടാറുണ്ട്, ചില വർഷങ്ങൾ കുറയാറുണ്ട്. സ്വർണത്തിന് നൂലില്ലാത്ത ഒരുപാട് ഈ കിസ്വ ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു തുണി പോലെയുള്ള വസ്ത്രം കൊണ്ട് അത് ചുറ്റിയ കാലം ഉണ്ടായിട്ടുണ്ട്. പല രീതിയിലും ഉണ്ടായിട്ടുണ്ട്, പല കോലത്തിൽ. അത് ഭരണാധികാരികളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന പ്രമാണത്തിൽപ്പെട്ടതല്ല കായബയുടെ കിസ്വ എന്ന് പറയുന്നത് ഭാഗിച്ചുകൊണ്ട് മറ്റ് അതിഥികൾക്ക് കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് 18 ചാനലും 24 ചാനലും ഒക്കെ ചെയ്യേണ്ട കാര്യം ഇസ്ലാമിനെ കുറിച്ചൊന്ന് പഠിക്കണം. ഇതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന പ്രമാണങ്ങൾ പഠിക്കുക. ഇത് ഒരുപാടുണ്ട് പഠിക്കാൻ, ഒരുപാട് കാലം എടുക്കും. നിങ്ങൾക്കൊരറിവ് പുതിയ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്രമാണ് അത് അറിവ് കിട്ടുന്നത്. മറ്റു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെന്നോ ഇത് പഠിച്ചതാണ്, മദ്രസയിൽ പഠിച്ചതാണ്. അതിന് നമ്മൾ അറബി കോളേജിലോ അല്ലെങ്കിൽ പുതിയതായിരിക്കുന്ന ഏതെങ്കിലും സ്ഥാപനത്തിലോ യൂണിവേഴ്സിറ്റിയിലോ പോയി പഠിക്കേണ്ട. മദ്രസയിൽ പഠിച്ചാൽ ഈ വിവരങ്ങളൊക്കെ വളരെ കൃത്യതയോടു കൂടി ഉണ്ട്. അതിൻ്റെ ഒരു മാത്രമാണ്. അതുകൊണ്ട് 18 ചാനലിനോട് പറയാനുള്ള കാര്യം, വിശ്വാസികളുടെ ഒരു വികാരം വ്രണപ്പെടുകയില്ല. കോടിക്കണക്കിന് മുസ്ലിങ്ങൾക്ക് ഈ സംഭവത്തെക്കുറിച്ച് അറിയ പോലുമില്ല, അതൊരു ചർച്ച പോലും ആവില്ല. ഏതെങ്കിലും രാഷ്ട്രത്തിലെ ഭരണാധികാരികൾ, മുസ്ലിം രാഷ്ട്രത്തിലെ ഭരണാധികാരികൾ 10-60 രാജ്യങ്ങളുണ്ടായിട്ട് ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചോ? ആരും പ്രതികരിച്ചിട്ടില്ല, പ്രതികരിക്കുകയില്ല. കേരളത്തിൽ ഇഷ്ടംപോലെ മുസ്ലിം പണ്ഡിതന്മാരുണ്ടല്ലോ, വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന. ആരെങ്കിലും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞോ? ആരും അഭിപ്രായം പറയാം. നിങ്ങൾക്ക് മാത്രമാണ്, നിങ്ങളുടെ ആ 3 ആൾക്കാർ കൂടുന്ന സമയത്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ കോടിക്കണക്കിന് ആളുകൾ ഉണ്ടാവുക. അവർക്ക് മാത്രം വ്രണപ്പെട്ട വികാരമാണ്. അല്ലാതെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസത്തിനോ അടിസ്ഥാനപരമായ കാര്യത്തിനോ ഒരു അർത്ഥവും ഇല്ല എന്ന് മാത്രമല്ല, ഇത് മതവിശ്വാസത്തിൻ്റെ പ്രമാണമായിരിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ട പ്രവൃത്തിയുമല്ല എന്നുകൂടി അറിയിക്കുകയാണ്.